തീർച്ചയായും ഈ സിനിമ ഇന്നലെ കണ്ടതിന് ശേഷം എന്തുകൊണ്ട് ഇവരെ രണ്ടുപേരോട് ഇപ്പൊ കാണുമ്പോൾ ഒരു ഇതായിട്ട് ഇന്നലെ ശരിക്കും പറഞ്ഞ വൈഫ് കണ്ടിട്ട് പറഞ്ഞു ബേസിലൂടെ വരുമ്പോൾ എനിക്കൊന്നും കാണണം നേരിട്ട്. എന്നാ പിന്നെ ഞാനും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ അമ്മ പറഞ്ഞേ കാണുകയാണെങ്കിൽ ഒന്ന് പറയണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേസിലിനെ വെൽക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പറയട്ടെ, അഗൈൻ നമ്മളിവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ലിജോ മോളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വരുന്ന റെസ്പോൺസുകളുടെ കാര്യം പറയട്ടെ. ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ലിജോ മോള് ചെയ്ത ജയ്ബീം ക്യാരക്ടർ വരെ അതൊരു മലയാളിയാണ് ചെയ്തത് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനം കാണുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളതെന്നുള്ള. വെൽക്കം ലിജോ മോൾ. ഞാൻ ലിജോയിൽ ചോദിച്ചു തുടങ്ങാം. അതിന്റെ കാരണം ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ ചോദിച്ച ചോദ്യമാണ്, ഈ ഇന്റൻസ് ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുന്നതാണോ അതോ ഇന്റൻസ് ക്യാരക്ടറുകൾ തേടി വരുന്നതാണോ? എനിക്ക് വരുന്നത് ഇന്റൻസ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതെ, മെച്യൂർഡ് മാത്രല്ല, ഈ ഇതെന്ന് വെച്ചാൽ മറ്റേ പോരാട്ട ക്യാരക്ടേഴ്സ് ആണ്. മറ്റേ എന്താണെങ്കിലും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ജയ്ബീം ചെയ്തത് കൊണ്ടായിരിക്കും അങ്ങനെ അത്രയും ഇന്റൻസ് ക്യാരക്ടേഴ്സ് വരുന്നത്. അതിൽ നിന്ന് എനിക്ക് അല്ല ഇപ്പൊ മലയാളത്തിൽ വന്നിട്ടുള്ളതിലും എനിക്ക് തോന്നുന്നു കുറച്ചൊരു വ്യത്യാസം വേണേ അയം കാതലനിൽ വേണേ പറയാം. കാരണം അയം കാതലനില് കുറച്ചുകൂടി മറ്റേ എത്തിക്കൽ ഹാക്കർ എന്നൊക്കെ പറഞ്ഞൊരു ക്യാരക്ടറിന്റെ ഒരു ഫീൽ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോ വരാൻ പോകുന്ന ദാവീദിലല്ല, കുറച്ചുകൂടി ലൈറ്റർ ക്യാരക്ടറാണ്. രസമുള്ള കുറെ ഫൺ എലമെന്റ്സ് ഉള്ള കുറച്ചുകൂടി ലൈറ്റർ മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ അമേസിംഗ് പെർഫോമൻസ്. ഈ ക്യാരക്ടർ വേറൊരാള് ചെയ്താൽ പോലും ഇത് നമുക്ക് ഈ രീതിയിൽ എത്തുമോ എന്ന് അറിയില്ല എന്ന് തോന്നുന്നു. അതായത് ഇത് വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റെഫി ഗ്രാഫിനെ അതിനകത്ത് പേരുകൾ ഞാൻ അതിൽ നിന്ന് നേരെ സെഗ്വേ ചെയ്ത് ബേസിലോട്ട് പോട്ടെ. ആ കാര്യത്തിൽ ഭാഗ്യവാനാണ് ബേസിൽ ഒരു ജാനേമൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ബേസിലിന് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു സൂക്ഷ്മദർശിനി കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും നല്ല ഹ്യൂമർ ചെയ്തിട്ട് വീണ്ടും ഒരു ത്രില്ലർ ചെയ്യാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ബേസിലിനെ ഇപ്പൊ തേടി വരുന്ന കഥാപാത്രങ്ങളിൽ ഒരു ഭയങ്കര വെറൈറ്റി വരുന്നുണ്ട്. അതെല്ലാം ബേസിലിനെ വെച്ച് പരീക്ഷിക്കാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നില്ലേ ശരിക്കും? ഉണ്ട്. ഈ പറയുന്ന അങ്ങനെ നല്ല ഫിലിം മേക്കേഴ്സ് എല്ലാവരും ഇപ്പോൾ പ്രാങ്കൂർ ഷാപ്പിലാണെങ്കിൽ അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ശ്രീരാജ് ഡയറക്ടർ, ഇപ്പോൾ പൊന്മാനിലായപ്പോൾ പോലീസ് സൂക്ഷ്മദർശിനിയാണെങ്കിൽ സമീർ തായർ, അങ്ങനെ ജിതിൻ MC. അപ്പം നല്ല ക്രൂ, അങ്ങനെ എല്ലാവരും അത് മറ്റേ ഇപ്പൊ ജാനമന്റെ ഒരു ഇമേജിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. അല്ല ഞാൻ ആലോചിച്ചു, കാരണം ഇതിനിടയിൽ ഇപ്പൊ ഈ ആ ടീമിന്റെ കാര്യം പറഞ്ഞപ്പോ അവരിടയ്ക്ക് ഉപയോഗിച്ച ജോജിയിൽ ഒരു പള്ളിയിലച്ചനായിട്ടാണ് അല്ലേ ദിലീഷന്റെ ആ പടത്തിൽ അങ്ങനെയാണ് ഒരു ക്യാരക്ടറായിട്ട് വന്നത്. അതേസമയം ആ സമയത്ത് ബേസിൽ നല്ല രീതിയിൽ ഹ്യൂമർ ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലാണ് അവർ വിളിച്ച് അങ്ങനെ ഒരു ചേഞ്ച് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും ഉള്ളൂ ഇവിടെയെങ്കിൽ കൂടിയും നമ്മള് ഈ ആളെ കുറിച്ച് പറയാതെ പോകാനേ പാടില്ല. മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സജിൻ ഗോപ് ഇപ്പൊ ജാനമനിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോ ബേസിലിന് എടുത്തു വയ്ക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഒരു പക്ഷേ നേരിട്ടൊരു സ്ക്രീൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത് ജാനമൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ആ രണ്ട് സിനിമയിലും കാര്യം ബേസിൽ അന്നേ ഒരു ഡയറക്ടറായിട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം സജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങി വരുന്ന ഒരാളാണ്. ഇന്ന് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിൽ ആസ് എൻ ആക്ടർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടാണ് ഇപ്പൊ വീണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ആ കോമ്പിനേഷൻ മാരിയാനോ പ്രത്യേകിച്ച് സജിനെ കുറിച്ചിട്ട് സജിന്റെ ആ ഒരു ഗ്രോത്ത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കണ്ടവരും. ഇപ്പൊ ജാനമനിൽ വരുമ്പോ പുള്ളി സജിൻ വേറെ സിനിമകളിലൊന്നും അങ്ങനെ അധികം അഭിനയിച്ചില്ല. ഒരു വൺ ഓഫ് ഒരു എന്താ പറയുക റോൾ ചെയ്യാൻ വരുന്ന ഒരാളായിരിക്കും, അങ്ങനെ ഒരു ചെറിയ റോൾ ചെയ്യാൻ വരുന്ന ആളായിരിക്കും. പക്ഷെ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുമ്പോൾ സജിൻ ചെയ്യുന്നതിന് ഭയങ്കര രസമുണ്ടായിരുന്നു. എന്താടാ അതിന്റെ പ്രശ്നം മറ്റേ ശരത് സഭയുടെ അടുത്ത് സജിയേട്ടാ ഇവിടെ സേഫ് അല്ല എന്താടാ എന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പൊ പുള്ളിയുടെ മൊത്തത്തിൽ സജിൻ ഒരു അത്ര ആ ലുക്കൊക്കെ വെച്ചിട്ട് പുള്ളി ആ സൈസ് ഹ്യൂമർ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യമല്ല. സ്കൂളിലെ റീയൂണിയന് വേണ്ടി മീൻതലയൊക്കെ ആയിട്ട് വന്നിരിക്കുക പുള്ളി, എന്നിട്ട് കറി വെച്ച് കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് പുൾ ഓഫ് ചെയ്തു. അപ്പോൾ ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ പുള്ളി അടുത്ത എന്താ പുള്ളി ചെയ്യാൻ പോകണമെന്ന് കാണണല്ലോ. അപ്പോൾ പുള്ളി കുഡ് ഹാവ് ഈസിലി ടൈപ്പ് കാസ്റ്റ് ഇട്ട് ഒരു സീരിയസ് റോൾസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചുരുളി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോവാന്ന് വിചാരിച്ചു. അപ്പോഴാണ് പുള്ളി അമ്പാനുമായിട്ട് വരുന്നത്. നേരെ ഗുണ്ടയാണ്, പക്ഷെ ഇങ്ങനെ വിക്രമൻ ഗുണ്ട, അതായത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഗുണ്ട. അപ്പൊ അത് കണ്ടപ്പോ നേരെ ഉൾട്ട അടിച്ച ആള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ
അതായിരിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇനി കോമഡി റോളുകളായിരിക്കും, കോമഡി പോലീസ്, കോമഡി അത്, കോമഡി രാഷ്ട്രീയം, അങ്ങനത്തെ കോമഡി ഏരിയയിലേക്കായിരിക്കും പുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വിചാരിച്ചപ്പോഴാണ് നേരെ മരിയാനുമായിട്ട് പൊന്മാനിൽ വരുന്നത്. നേരെ അതിന്റെ നേരെ എക്സ്ട്രീം. ഇനി നേരെ ഇതിന്റെ എക്സ്ട്രീമാണ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമ ഫെബ്രുവരി ലവർ ബോയ് ആയിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിലൊരു ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? കാര്യം ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും അദ്ദേഹത്തിലേക്ക് എത്തുന്നത് ചൂസ് ചെയ്യാനായിട്ടും നമ്മുടെ അടുത്ത് വരാനുള്ള പടം തീരുമാനിക്കുന്നത് ഒരു വിധത്തിൽ നമ്മളായിരിക്കുമല്ലോ, വേറെ തടസ്സങ്ങളില്ല. അത് നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചെയ്ത പടങ്ങളെക്കാളും നമ്മൾ ചെയ്യാത്ത പടങ്ങളായിരിക്കും. പണ്ട് ശ്രീനി സാർ അതാണ്, ഞാൻ ചെയ്യാത്ത പടങ്ങളാണ് ഞാൻ മലയാളത്തിന് ചെയ്ത കോൺട്രിബ്യൂഷൻ. അപ്പോ നേരെ ലിജോ മോളോട് വരുമ്പോ, എങ്ങനെയാണ് ലിജോ മോള് ഈ പറയുന്ന 4-5 ചെറുപ്പക്കാരുടെ കൂടെ എത്തിയത്? 4-5 ചെറുപ്പക്കാരെന്ന് പറയുന്ന നമ്മുടെ ജി ഇന്ദുഗോപന്റെ ഒരു ചെറുകഥയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ലിവിംഗ് ആണ് എന്നുള്ളതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ലിജോ മോളിലേക്ക് എത്തുന്നത്? എന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ അജിത് വിനായക ഫിലിംസ് പ്രൊജക്ട് ഡിസൈനർ രഞ്ജിത്തേട്ടനാണ് വിളിക്കുന്നത്. രഞ്ജിത്തേട്ടനെ എനിക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷൻ തൊട്ട് അറിയാം. അപ്പൊ രഞ്ജിത്തേട്ടനാണ് എന്നെ വിളിച്ചിട്ട്, ലിജോ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനൊരു ഷൂട്ട് നടക്കാൻ പോവാ, അപ്പോൾ ഈ കഥ രസമുണ്ട്, നീ ഒന്ന് വന്ന് കേട്ട് നോക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കൊല്ലത്തേക്ക് ചെന്നു. അപ്പോൾ ജ്യോതിഷേട്ടനെ അന്നാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജ്യോതിഷേട്ടനാണ് എനിക്ക് ഈ കഥ നറേറ്റ് ചെയ്തിരുന്നത്. കാരണം ഇത് ജ്യോതിഷേട്ടന്റെ ലൈഫ് ആയതുകൊണ്ട് വളരെ രസമായിട്ട് ഇത് നറേറ്റ് ജീവിച്ചതാണല്ലോ. ഒരു 1.5 മണിക്കൂർ എടുത്ത് എനിക്ക് കഥയൊക്കെ നറേറ്റ് ചെയ്തു. അപ്പോഴേ എനിക്ക് രസമുണ്ട്. അതായത് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരിതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ചെറിയ ഗ്രേ ഷെയ്ഡും ഉണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഇപ്പൊ ഓക്കെ ഇന്റൻസ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ മറ്റേ നന്മയുടെ പ്രതിരൂപങ്ങളായിരുന്നു. അത് മാത്രല്ല സ്റ്റെഫി, തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ ക്യാരക്ടറിലെ പല 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 ഇമോഷൻസ് ചേഞ്ചസ് എനിക്ക് തോന്നിയ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം അതായിരുന്നല്ലോ, എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോ ഞാൻ അതിന് വേറൊരു ഇൻസ്റ്റൻസ് പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആയി പോകുന്ന ഞാൻ പറഞ്ഞ വെച്ചാൽ സജിനും ബേസിലുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതായത് അജേഷും മറിയോമായിട്ടുള്ള ഇന്ററാക്ഷനിൽ മറിയോയുടെ ഒരു ഭയങ്കര നല്ല സൈഡ് കണ്ടിട്ടാണ് ശരിക്കും അജേഷ് പോകുന്നത്. പക്ഷേ ആ സമയത്ത് എന്തായാലും ഗ്രീഡ് ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, മനുഷ്യനാവുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരും എന്നുള്ളത്. ഇപ്പൊ അത് തന്നെ ലിജോ മോളുടെ ക്യാരക്ടറിനും സ്റ്റെഫിയുടെ ക്യാരക്ടറിലും ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 4-5 ചെറുപ്പക്കാർ വായിക്കാൻ തോന്നും. അതുകൂടെ വായിച്ചപ്പോൾ നല്ല രസമുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും എന്തെന്നല്ല, എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും ഈ പറഞ്ഞ പോലെ പല ലെയേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ രസമുണ്ടാവും തോന്നി. പിന്നെ ടീം നല്ല ടീമായിരുന്നു. സാനു ചേട്ടനാണ് ക്യാമറ ചെയ്യുന്നത്. പിന്നെതാ ബേസിൽ, അങ്ങനെ കുറെ പേരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞതായി ഇപ്പൊ ആ പ്രോജക്റ്റിൽ എടുത്തു നിൽക്കുന്ന പേരായി മാറുന്നു എന്നുള്ളത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും പറ്റിയിട്ട്, എല്ലാവരുടെയും പെർഫോമൻസിനെ പറ്റിയിട്ട്. ബേസിലിന്റെ കാര്യത്തില് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡയറക്ടർ വന്ന് സംസാരിച്ച് പല തവണ ഇതിന്ന് വേണ്ടാന്ന് വെക്കാമെന്ന് ചിന്തിച്ച് വീണ്ടും അത് ചെയ്തു. പക്ഷെ ഇന്ന് അത് ചിന്തിക്കുമ്പോ അത് ആ ഡിസിഷൻ എന്തുകൊണ്ടും അല്ലെ വർത്ത് ഇറ്റ് അല്ലേ അല്ലേ? അതെ അതെ അതെ, എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ വേറെ കുറച്ച് കമ്മിറ്റ്മെന്റ്, ഡയറക്റ്റ് ചെയ്യണ സിനിമയുടെ വേറൊരു സിനിമ അപ്പോഴേക്കും പെട്ടെന്ന് പൈപ്പ് ലൈനിൽ വന്നു. അതപ്പോ പെട്ടെന്ന് തുടങ്ങണം എന്നൊക്കെ പറയണ പോലത്തെ ഇത് എന്തായാലും ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ, അല്ലാതെ എല്ലാ ഞാൻ വെറുതെ പറയല്ല, നല്ല കാര്യം. ആഴ്ചയിൽ ദിവസം ഒക്കെ വന്നാലും ഞങ്ങൾ സിനിമ കാണും. നമുക്ക് ഇങ്ങനെ അത് ഭയങ്കര ഭാഗ്യം. എല്ലാവരുടെയും ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം. അത് ബേസിൽ എന്തായാലും ഉണ്ട്. അപ്പൊ അത് വരട്ടെ. പക്ഷെ എങ്കിൽ കൂടിയും ഒരു ഫിലിം മേക്കർ കഥാപാത്രം കേട്ടല്ല വേണ്ടാന്ന് വെച്ചതല്ലേ? അല്ലല്ല, കഥാപാത്രം കേട്ടപ്പോ തന്നെ ഇത് ചെയ്യണം തന്നെയായിരുന്നു. ഇത് ചെയ്യുകയും വേണം, എന്നാൽ ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം അല്ല. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ പലതവണ എനിക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ടൈം ലൈൻസ് ഇതാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. പക്ഷെ അവര് ജ്യോതിഷേട്ടന് ഇത് ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങൾ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല അങ്ങനെ അവസാനം ശരി ചേട്ടാ, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം, മറ്റത് അത് റിസ്ക് എടുക്കാം, അത് ഇച്ചിരി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം, എന്നിട്ട് ഇത് ചെയ്യാമെന്നുള്ള രീതി തന്നെ അത് ചെയ്തത്. ഇതിന്റെ ഫസ്റ്റ് ലൈനുകൾ പറയുമ്പോൾ ശരിക്കും കൺവിൻസിങ് ആയിരുന്നു. അതായത് ഈ ക്യാരക്ടർ ഇങ്ങനെ ആവാം. അതായത് നമ്മൾ തുടക്കത്തിൽ കാണുമ്പം ഇയാൾ ഭയങ്കര ഒരു മദ്യപാനിയാണ്, ഇയാൾക്ക് ഇല്ല മറ്റേ
മാത്രം ഭയങ്കര നാർസിസിസ്റ്റ് ആണല്ലോ. അജേഷ് എന്നുള്ള പേരെടുത്തല്ലേ എപ്പോഴും പറയാം അജേഷ് ആടാ അജേഷ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിനൊരു നമ്മളൊരു ഹീറോയിസവും കൊടുക്കണമല്ലോ. എന്നാൽ ഇയാൾ ഭയങ്കര ഒരു ബലമുള്ള ആളല്ല. അപ്പൊ കൺവിൻസിങ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ ആദ്യം പറഞ്ഞപ്പോ? ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് നമുക്കിപ്പോ കൺവിൻസിങ് ആയി. പക്ഷേ അല്ല, ബുക്ക് ഞാൻ ആദ്യം നോവൽ വായിക്കുന്നത്. അപ്പൊ നോവലില് അജേഷ് ഭയങ്കര കൺവിൻസിങ് ആണ് ആക്ച്വലി. അജേഷ് നമുക്ക് എല്ലായിടത്തും ഈ അജേഷാണ് നമുക്ക് നോവൽ വായിച്ച് കഴിയുമ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ അജേഷ് പല തവണയായിട്ട് അജേഷ് എന്ന് ഇത്രയും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പേര് ആ ബുക്കിൽ അജേഷിന്റെ തന്നെയാണ്. സ്വന്തം ഉപയോഗിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരും ഉപയോഗിക്കുന്നുണ്ട്. അവൻ അങ്ങനെയാണ് അജേഷ് എന്ന് പറഞ്ഞ് നടപ്പുണ്ടാവൻ. ബാക്കി ക്യാരക്ടേഴ്സും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും അജേഷ് എന്നുള്ള ചുറ്റിപ്പറ്റിയിട്ടാണ്. പക്ഷേ സ്റ്റെഫി ഗ്രാഫിന്റെ ക്യാരക്ടർ നല്ലതാണ്, ഈ പറയുന്ന മരിയാൻ, എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണെങ്കിൽ അജേഷാണ് നമ്മുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടത്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ പറയുന്ന ക്യാരക്ടർ അത് എല്ലാവരും അങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. പിന്നെ ഇതൊരു ഡേവിഡ് വേഴ്സസ് ഗോലിയാത്ത് ടെംപ്ലേറ്റ് ആണല്ലോ. അപ്പോ അങ്ങനെ ഒരു ഇത് എനിക്ക് ഭയങ്കര മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഗോലിയാത്തിന്റെ മുമ്പിൽ ഡേവിഡ് ആയിട്ട് ഒരാൾ തോന്നണല്ലോ. അപ്പോ അതിപ്പോ ചിലപ്പോ ഒരു കുറച്ചുകൂടെ മെയിൻ സ്ട്രീം, കുറച്ചുകൂടെ ബിഗർ ഒരു ഹീറോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവില്ലായിരിക്കും. ഈ പറയണ ആ ഫിസിക്കും. ശ്രീനേട്ടൻ പറഞ്ഞ മറ്റേ ഡയലോഗാണ് അത് അറിഞ്ഞൂടെ? ശ്രീനേട്ടൻ മറ്റേ കമലഹാസനാണ് ട്രാഫിക്കിൽ ശ്രീനേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഒരിക്കലും രക്ഷപ്പെടില്ല. അപ്പം പറഞ്ഞു അതെന്താ പുള്ളി ഓടിച്ചാൽ എന്നാലും വണ്ടി അവിടെ എത്തുന്നറിയാം, ഞാൻ ഓടിച്ചാൽ എത്തൂലെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ പറഞ്ഞത്. അത് ഭയങ്കര വളരെ കോയിൻസിഡൻഷ്യൽ ആയിട്ട് ആ പേര് വീണ്ടും വരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ തീർച്ചയായും നമുക്ക് ഇപ്പോൾ ഈ ഒരു പടത്തിന്റെ ഒരു മൊത്തം പോക്കിൽ ഈ ക്യാരക്ടേഴ്സിന്റെയൊക്കെ നെയിമിങ്, ഇപ്പൊ സ്റ്റെഫി ഗ്രാഫ്, മരിയാനോ, ഇതെല്ലാം ഇത് കൊല്ലത്തെ ഒരു കൾച്ചർ, ഒരു ലാറ്റിൻ കാത്തലിക് കൾച്ചറിനെ വളരെ രസകരമായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഷൂട്ട് ചെയ്തത് മുഴുവൻ കൊല്ലത്ത് തന്നെയായിരുന്നു. പ്രൊഡ്യൂസറിന്റെ സ്വന്തം സ്ഥലവും കൂടിയാണ് കൊല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കൊല്ലംകാരാണ്. ഇതിന്റെ റൈറ്റർ ജിന്ദു സാർ, ഡയറക്ടർ ജ്യോതിഷേട്ടൻ, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എനിക്ക് തലവെട്ടിച്ചറായിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ ആക്ടേഴ്സ് ഒരുപാട് പേര് കൊല്ലത്തു നിന്നുള്ള പുതിയ ആൾക്കാരുണ്ട്. ആനന്ദ് മന്മഥൻ ട്രിവാൻഡ്രം ആണ് ബ്രൂണോ ആയിട്ട് അഭിനയിച്ചത്. പക്ഷേ ആ കൊല്ലം സ്ലാങ്ങിലൂടെ തിരുവനന്തപുരത്ത് എത്താൻ വലിയ പ്രയാസം വരും. എളുപ്പമായിരുന്നു. അതെ, അത് കൊല്ലത്തെ ഏറ്റവും വലിയ നാടക ആചാര്യന്മാരുടെ കുടുംബമാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ജയ ചേച്ചി, അവര് കൊട്ടാരക്കരയല്ലേ? കട്ടപ്പനയാണ്. ഓക്കെ. പിന്നെ ഒരുപാട് ചെറിയ പുതിയ ആക്ടേഴ്സ്, ആനന്ദ് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. അങ്ങനെ പുതിയ ഒരുപാട് സെറ്റ് ഓഫ് ബ്രോച്ചനായിട്ട് അഭിനയിച്ച, സജിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ചേട്ടൻ, അതാണ് ആനന്ദ് എന്ന് പറയുന്ന ചേട്ടൻ. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പുതിയ ഒരുപാട്, സജിന്റെ ഫാമിലിയിലുള്ള പെങ്ങള് എല്ലാം പുതിയ ആൾക്കാരാണ്. എല്ലാരും കൊല്ലംകാരാ. അതൊക്കെ ഭയങ്കര ഫ്രഷ്നെസ് നൽകിയിട്ടുണ്ട് ഈ പടത്തിന്റെ. എനിക്ക് തോന്നിയ ഒരു മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പടത്തിന്റെ അല്ലെങ്കിൽ ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം തോന്നുന്നത് നമുക്കിതിനെ വളരെ നമ്മുടെ മറ്റേ സോഷ്യൽ മീഡിയയിലെ വാക്ക് കടമെടുത്ത് ഉപയോഗിക്കുകയെങ്കിൽ ഒരു പ്രകൃതി പടമാക്കാനായിരിക്കും ആൾക്കാർക്ക് തോന്നുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരുപക്ഷെ ഭയങ്കര നാച്ചുറലായിട്ട് ഒട്ടും സിനിമാറ്റിക് അല്ലാണ്ട് എടുക്കാൻ തോന്നുന്ന ഒരു കഥയുണ്ട് ഇതിനകത്ത്. കാരണം അതിൻ്റെ പശ്ചാത്തലമല്ല അങ്ങനെ. ഇതൊരു സിനിമാറ്റിക് ലൈനിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം ജ്യോതിഷിൻ്റെ ആയിരുന്നു. അതോ ജ്യോതിഷേട്ടന് ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാക്കണം തന്നെയാണോ ആഗ്രഹം? കാരണം ഇത് കമേഴ്ഷ്യൽ ആയിട്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാർ കാണാതിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. 100% പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ 4 ആൾ കാണാന്നുള്ളതിൽ തന്നെയാണ് എല്ലാവരും ആദ്യം മുതലേ തന്നെയുള്ള കൺവിക്ഷൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും ഇതിന്റെ ഷോർട്ട് ഡിവിഷനൊക്കെ ആണെങ്കിലും ഒക്കെ ഇത്തിരി കമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ ഡയലോഗ്സിലും ഒക്കെ കയറ്റി പിടിച്ചിരിക്കുന്നത് അണ്ടർഡോഗിന്റെ സ്റ്റോറി ആണെങ്കിൽ അതിലൊരു ഹീറോയിസം ഉണ്ട്. പറയുന്ന സ്റ്റെഫി ഗ്രാഫിന്റെ ക്യാരക്ടറിൽ ഒരു ഹീറോയിസം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. സജിനാണെങ്കിലും ഭയങ്കര വില്ലനിസം ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന പോലെ മ്യൂസിക്കിലാണെങ്കിലും ഷോട്ടുകളിലാണെങ്കിലും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കമേഴ്ഷ്യലൈസേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ റീച്ച് കിട്ടില്ല എന്നുള്ള തീരുമാനം അത് ജ്യോതിഷേട്ടൻ ആദ്യം മുതൽ മിസ്സിലേത് ആൾക്കാർ കാണണം, നമുക്ക് കമേഴ്ഷ്യലാണ്, പ്രോപ്പർ കമേഴ്ഷ്യൽ സിനിമ തന്നെയാണെന്നുള്ള രീതി തന്നെയാണ്. അങ്ങനെ തന്നെ പറഞ്ഞു പിടിച്ചു പോയിട്ടുണ്ടല്ലേ അത് ശരിക്കും. ഈ നമ്മൾ ഒരിക്കൽ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മീഡിയയിലൂടെ അറിയുമ്പോൾ എത്രത്തോളം അതിൽ സത്യം ഉണ്ടെന്നുള്ളതും ഞങ്ങൾക്കും അറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടൊരു വാർത്തയായിരുന്നു, ഇതിൽ പി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ റിയൽ ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പോൾ കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ടീം ആ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നുണ്ടെന്നും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വില നൽകാൻ റെഡി ആണെന്നൊക്കെ പറഞ്ഞു. അത് സത്യം തന്നെയാണോ? അതെ 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 അതെ.
അതെ അല്ലേ? അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ നോവൽ എഴുതിയത്. റിയൽ ഈ ഡയറക്ടറിന്റെ റിയൽ ലൈഫ് സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ദോവൻ ചേട്ടൻ റൈറ്റർ ഈ നോവൽ എഴുതിയത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അജേഷ് തന്നെയാണോ പുള്ളിയുടെ പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതൊരു ഫിക്ഷണൽ. അങ്ങനെ ഒരാൾ വന്നു, ഇങ്ങനെ ഒരു സ്വർണം കൊടുത്തു, അതൊരു പ്രശ്നമായി, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാളുടെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിന് അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇല്ല, നമുക്കറിയില്ല അയാൾ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അജേഷ് മാത്രം ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എല്ലായിടത്തും ഉണ്ട്. ഇതില് ശർമ്മ എന്ന് അഭിനയിച്ച അതെന്ന് പറയുന്നത് മറ്റേ ഫിലിം ആക്ടർ ദീപക് പറമ്പോലാണ് ആ ക്യാരക്ടർ ചെയ്തത്. അത് നമ്മുടെ രാജേഷ് ശർമ്മ എന്ന് പറയുന്ന ആക്ടറിന്റെ റിയൽ ലൈഫ് റോളാണ് ദീപക് പറമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പൊ എല്ലായിടത്തും. പിന്നെ ബാസ്റ്റിൻ എന്നൊക്കെ പറയുന്ന ആള് സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ബാസ്റ്റിന്റെ കൈവെള്ളയിലാണ് കൊല്ലം എന്നൊക്കെ പറയുന്നത്. അപ്പൊ പുള്ളി അസോസിയേറ്റ് ഡയറക്ടറാണ്. അങ്ങനെ അതെ, എല്ലാരും റിയൽ ക്യാരക്ടേഴ്സ് ഭയങ്കര. അല്ല ശരിക്കും അതാണ് എനിക്ക് തോന്നുന്നു, പൊന്മാൻ ഇതുവരെയും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സീക്വൻസുകൾ എടുത്തു വച്ചിരിക്കുന്ന രീതിയാണ് അതിനകത്ത്. ആ ചെമ്മീൻ കെട്ടിലെ സീക്വൻസുകൾ ഞാൻ എല്ലാം സ്പോയിലർ ആവാതെ പറയാൻ പറ്റുന്ന മാക്സിമം പറയാം. ചെമ്മീൻ കെട്ടിലെ സീക്വൻസ്, ഈവൻ ആ കല്യാണ വീട്ടിൽ രണ്ടാമത് ബേസിലിൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രിയിൽ ചെയ്തു വച്ചേക്കുന്ന സീക്വൻസുകളെല്ലാം നമുക്കൊരു ത്രില്ലർ മോഡ് ഉണ്ടോ എന്ന് വെച്ചാൽ ത്രില്ലർ മോഡുണ്ട്. അതേസമയം ഈ അമ്മ വന്ന് മറ്റേ ഇത് പറയുന്ന സമയത്ത് ബേസിലിൻ്റെ റിയാക്ഷനിൽ മുഴുവൻ അത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണെങ്കിലും തിരിച്ചു പറയുന്ന രീതി ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ മ്യൂസിക്കോട് കൂടി ഒരു വലിയ സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഫീലുള്ള സാധനങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഫൈറ്റ് ഇതൊക്കെ അത് ആ കൊറിയോഗ്രാഫി നല്ല ഗംഭീരമായിട്ടുണ്ട്. ആരായിരുന്നു ഫൈറ്റ് ചെയ്തത്? പ്രഭു, അദ്ദേഹമാണ് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ. അദ്ദേഹം കളയൊക്കെ ചെയ്ത അതിന്റെ ഒരു റോനെസ്, റോ ഫീല് ഭയങ്കര. ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മാസ്. അല്ലല്ല, വളരെ സാധാരണക്കാരൻ രണ്ട് ആൾക്കാർ തമ്മിൽ എന്തെങ്ങനെ പിടിവലി നടത്തും ആ ഒരു കറക്റ്റ് നാച്ചുറൽ രീതിയിൽ തന്നെ സ്ട്രഗിൾ ആണ്. അത് ഭയങ്കരമായിട്ട്. ഞാൻ ബേസിലെ ഒരു ക്യാരക്ടർ ഞാൻ അത് നേരിട്ട് കാണുമ്പോൾ പറയാന്ന്, ബേസിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതൊരു പക്ഷേ ഈ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇയാൾ എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നേ എന്ന് ബേസിൽ പറഞ്ഞു. പക്ഷെ ഞാൻ സത്യമായിട്ട് പറയട്ടെ, ആ സിനിമയിൽ എനിക്ക് തോന്നിയത് നേരെ തിരിച്ചാണ്. അജേഷിന്റെ അവസ്ഥ എന്താണ് അവർ മനസ്സിലാക്കാത്തത് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം എന്നുള്ളതായിരുന്നു ഞാൻ കൂടുതൽ ഇതിൽ തോന്നിയൊരു ഇമോഷൻ. തുടങ്ങുമ്പോൾ നമ്മൾ അജേഷ് എന്താ ഇങ്ങനെയെന്ന് ഇപ്പോൾ സ്റ്റെഫിയുടെ ഒക്കെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ സ്റ്റെഫിയുടെ കൂടെയൊക്കെ നിൽക്കാനായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഞാൻ പറഞ്ഞേ, ഹ്യൂമനൈസിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഭയങ്കര ഹെവി ആയിട്ട് നടന്നിട്ടുണ്ട്. നമ്മള് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ അണ്ടറായിട്ട് നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞ ഒരു കഥാപാത്രം, ആ പടത്തിലെ ഏറ്റവും വലിയൊരു കഥാപാത്രം ആനന്ദ് മന്മഥൻ ചെയ്ത സഹോദരന്റെ കഥാപാത്രമാണ് ടെറൻസ് ബ്രൂണോയുടെ ക്യാരക്ടറാണ്. ഈ ടെറൻസ് ബ്രൂണോയുടെ ക്യാരക്ടർ ഗംഭീര ഒരു കഥാപാത്രമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിലൂടെ പറഞ്ഞേക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതിലൂടെ പറഞ്ഞേക്കുന്ന ഒരു ഫാമിലി സെൻറ്റിമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിയലായിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ്. അതേസമയം ടുവേർഡ്സ് ദ എൻഡ് അവന് കൊടുത്തിരിക്കുന്ന ഒരു സിനിമാറ്റിക് അപ്ലിഫ്റ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് തോന്നുന്നു കുറച്ചധികം കാലം നിലനിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഒരു എവർഗ്രീൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും. സിനിമ ഇനിയിപ്പോ നമ്മളൊക്കെ ഇവിടുന്ന് പോയാലും ഈ ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരു ലിസണറുടെ മെസ്സേജ് ഒന്ന് വായിക്കാം. അടുത്തിടെ മലയാളത്തിൽ വന്ന ഏറ്റവും മോട്ടിവേഷണൽ ഒരു കഥാപാത്രമാണ് അജേഷ്. ഞങ്ങൾ ഇന്നിപ്പോ ഓഫർ അത് പറഞ്ഞു. കാര്യം ആ ഒരു ഡയലോഗ് ഒന്ന് പറയാമോ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട്? നമ്മളെ കാരണവന്മാരായിട്ട് നമുക്ക് 10 പൈസ ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷെ നമ്മൾ പോരാടണം. കിട്ടുന്ന അവസരത്തിലെല്ലാം എൻജോയ് ചെയ്യണം. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ്. ഇതൊരു ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് റീലിൽ പക്ഷെ നമ്മൾ കേൾക്കാനും കാണാനും പോകുന്ന ഒരു ഡയലോഗ്. അങ്ങനെയല്ല, പക്ഷെ അതിന്റെ എസൻസ് പക്കയാണ്. അത് മതി. ഇത് നമുക്ക് അല്ലെ ശരിക്കും തന്നെയാണ് ഞാനും പറയുന്നല്ലേ. നമ്മൾ ശരിക്കും സംസാരിച്ചിരുന്നു പോയത് ആ പടം കണ്ടതിന്റെ ഒരു ആവേശം നമുക്ക് കെട്ടടങ്ങുന്നതിന് മുമ്പേ തന്നെയാണ് നിങ്ങളെ കിട്ടിയത്. അതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ, ഈ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കൂട്ടുകാരന്റെ അടുത്താണ് ഇവനിത് പറയുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ സൂയിസൈഡൽ അങ്ങനെ ഡിപ്രഷൻ എന്നൊക്കെ പറയണ പോലത്തെ ഒരു
അങ്ങനത്തെ ഒക്കെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇതിനൊക്കെ ഭയങ്കര റെലവൻസും ഉണ്ട്. ഇവൻ അങ്ങനെ നിൽക്കുന്ന ഒരാളോടാണ് പോയി പറയുന്നത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത ചേട്ടത്തടി കൊണ്ടിട്ടും തള്ളക്കി വിളി കേട്ടിട്ടും വിട്ട് കൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെല്ലാം അത് ബാധിക്കുന്നതെന്നാണ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നത്. സത്യം. അപ്പൊ അതൊക്കെ അത് കേട്ടിട്ട് അവൻ മോട്ടിവേറ്റഡ് ആവുകയാണ്. അതൊക്കെയാണ് പിന്നെ വേറെ പേ ഓഫ് ചെയ്യുന്ന ക്ലൈമാക്സിലേക്ക്. അപ്പൊ അതൊക്കെയാണ് 100%. അല്ല ഇത് ഈവൻ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നോവൽ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ വായിക്കാത്ത അതുകൊണ്ട് ചോദിക്കുകയാണ്. നോവലിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു എലമെന്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. നോവലിന്റെ എൻഡ് അല്ല, സിനിമയുടെ എൻഡ്. അതുപോലെ അജേഷിന്റെ ബാക്ക് എൻഡ് സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് സിനിമാറ്റിക് ആണ്. അതെ. അതായത് അജേഷിന് ഒരു അമ്മയും ഒരു സഹോദരിയും അതൊക്കെ നോവലിലുണ്ട്. പക്ഷെ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി തൊട്ട് സിനിമ വേറെ നോവൽ വേറെയാണ്. നോവലിൽ വേറെ രീതിയിലാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലോട്ട് പോയിന്റ് നോവലിൽ ഇല്ല. ആക്ച്വലി സിനിമയിൽ അതുണ്ട്. അത് നമ്മൾ ഒന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്ലോട്ട് പോയിന്റ് ഉണ്ട് സിനിമയിൽ. അത് നോവലിലില്ല. നോവലിൽ അത് സംഭവിക്കുന്നില്ല. അങ്ങനെ കഥയൊക്കെ തുടരുവാണ്. സിനിമയിലായപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെയാക്കിയതാണ് ആക്ച്വലി. മറിയോ ശരിക്കും പറഞ്ഞ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ അടുത്തിടെ കണ്ടതിൽ ഭയങ്കരമായി നമുക്ക് ഒരു ക്യാരക്ടറിനോടൊപ്പം സഞ്ചരിക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനോടൊപ്പം സഞ്ചരിച്ച് നമുക്കത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കഥയായിട്ട് അത് ഫീൽ ചെയ്യിച്ചു എന്നുള്ളത് ഒന്ന് ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും വലിയ കഴിവ്. അത് എഴുതിയ GR ഇന്ദുഗോപൻ്റെയും തീർച്ചയായും നമ്മുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ. അത് മാത്രമല്ല, എനിക്കും ആ ടെറൈൻ അറിയാവുന്നതാണ്, എനിക്ക് കൊല്ലം അറിയാവുന്നതാണ്, തിരുവനന്തപുരത്താണ്, കൊല്ലത്ത് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ്. അപ്പം അങ്ങനെ ഇത് ചെയ്യുന്നു. പക്ഷെ അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും വ്യത്യാസമായിട്ട് നിന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കി എല്ലാം നിങ്ങൾ ഓരോരുത്തരും നേരത്തെ ബേസിൽ പറഞ്ഞത് കടമെടുത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങൾ നിങ്ങളത് എവർഗ്രീൻ ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരെയും നിങ്ങളെ കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആ ക്യാരക്ടേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ കേട്ടിരിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയത് കാണുക. തിയേറ്ററിൽ എന്തായാലും അടുത്ത ആഴ്ചകളിൽ ഈ വീക്കെൻഡിൽ നിങ്ങൾക്ക് കാണാനൊരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ പൊന്മാൻ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത്. പൊന്മാൻ എന്ന് പറയുന്നത് കിങ്ഫിഷർ അല്ല, ഗോൾഡ് മാൻ ആണ്. അതിന്റെ കൂടെ ഈ കൊല്ലത്തുള്ള സെറ്റിംഗ് ആണെങ്കിൽ പോലും ഭയങ്കര നേറ്റീവ് ആണ്, റൂട്ടഡ് ആണ്, എല്ലാം ആണെങ്കിൽ പോലും ഭയങ്കര ലോകത്തെവിടെയും നടക്കാവുന്ന ഇമോഷൻസ് എല്ലാം ഭയങ്കര യൂണിവേഴ്സൽ, ഗ്രീഡാണ്. ഇതിനെല്ലാത്തിനെയും കൂടെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കോമൺ ഒബ്ജക്റ്റിലേക്ക് റൂട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു മൊത്തത്തിലൊരു ജനറൽ പെർസ്പെക്റ്റീവിലുള്ള ഡ്രാമയായിട്ടല്ല. എല്ലാം സ്വർണ്ണത്തിലാണ് ഇതെല്ലാം ആങ്കർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് തന്നെയാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇനി എന്ത് പറഞ്ഞാലും ഇപ്പം പറഞ്ഞ സമയത്ത് തന്നെ സ്പോയിലേഴ്സ് വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ അങ്ങനെ വരാതെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. All the best again. Thank you. And congratulations on the movie. കേട്ടാ ശരിക്കും നമുക്കിനി അടുത്ത ദാവീദിൽ ഇന്റൻസിറ്റി കോമഡി അടുത്ത റിലീസ് മരണമാസം ഏപ്രിൽ. അപ്പൊ പിന്നെ അതിലും വേറെ ലൈനാണെന്നുള്ളത് മനസ്സിലായി. സൗഹൃദത്തിന് വില പറഞ്ഞു ഇതുവരെ അവൻ തന്നിട്ടില്ല. അവൻ ആ കമന്റിൽ പിടിച്ചിരിക്കുകയാണ്. ഈ ടൊവിനോ ബേസിൽ യൂണിവേഴ്സ് പാരലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മൾ മറ്റേ കൈ കൊടുക്കാതെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇനി അതില് അവൻ ആ പൈസ സുരേഷ് ഏട്ടനെ ഏൽപ്പിച്ചിരിക്കുക. സുരേഷ് കൃഷ്ണ പുള്ളി ഇവിടെ നിന്ന് അക്കൗണ്ടിൽ അയച്ചു തരാൻ. അപ്പൊ രണ്ടുപേരും ഇന്ന് ഇവിടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അഗൈൻ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നമ്മുടെ ലിസണേഴ്സിനെ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ്, പൊന്മാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നമ്മുടെ UAE തിയേറ്റേഴ്സിലുണ്ട്. സോ വി കൻ ഡെഫിനറ്റ്ലി പോയിട്ട് കാണുക, അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു.